എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ അദ്ദേഹം നയിക്കുന്ന കേരള യാത്ര ഇന്ന് എൻ്റെ നാട്ടിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ഒരു SNDP കൊടുക്കുന്ന ആദരവ്, പിന്നെ ക്യാഷ്, അങ്ങനെ കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇന്ന് ശശികല, നമ്മുടെ ബഹുമാനപ്പെട്ട ശശികല ടീച്ചർ എന്ന് വേണം പറയാം, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. പെറ്റുകൂട്ടുന്നവർക്ക് സർക്കാർ ജില്ലയും കൊടുക്കുന്നുണ്ടോ? ഈ ജില്ലയും കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിക്കാൻ, ഈ കേരള യാത്ര എന്ന് പറയുന്നൊരു സംഭവം, അല്ലെങ്കിൽ എ.പി. അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തെ പറ്റി പഠിക്കണം. പലരും പല രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട്, പല തരത്തിലും. പച്ചയ്ക്ക് പറഞ്ഞ പോക്കൃത്തരം പറയുന്നുണ്ട് പലരും. അപ്പം ഈ പെറ്റുകൂട്ടുന്ന കേരളത്തിലെ പ്രത്യേക മതവിഭാഗങ്ങളുടെ പേരെടുക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ആ കേരള യാത്രയുടെ ഇതിൽ അവർ ഹാഷ്ടാഗ് ഇട്ട് പറയുന്നത് മനുഷ്യർക്കൊപ്പം എന്നാണ്. മതത്തിനൊപ്പം എന്നല്ല, മനുഷ്യർക്കൊപ്പം. ഏത് മതമായാലും മനുഷ്യർക്കൊപ്പം എന്നുള്ള ആശയമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കഴിയുമോ അങ്ങനൊരു യാത്ര? നിങ്ങൾക്ക് ഹിന്ദു രാജ്യം അല്ലെങ്കിൽ ഹിന്ദു സമൂഹം ഒന്നിക്കണം എന്ന് പറയുന്നു. ഈ ഹിന്ദു സമൂഹം ഒന്നിച്ചാൽ നാളെ ഹിന്ദു മാത്രമാണെങ്കിൽ നിങ്ങൾക്കതിനകത്ത് കാറ്റഗറി ബേസിൽ പലതരത്തിൽ ആൾക്കാർ വരും. താഴത്തെ തട്ടിലും കൂടെ നിർത്താൻ പറ്റാത്തവരും, മാറ്റി നിർത്തേണ്ടവരും, ചേർത്ത് നിർത്താതിരിക്കാൻ പറ്റാത്തവരും, ഐത്തമുള്ളവരും, ഉയർന്നവനും താഴ്ന്നവനും എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരും. അവരൊന്നും നിങ്ങൾ അംഗീകരിക്കത്തില്ല. എല്ലാം അടുത്തെത്തുന്നത് വരെ നിങ്ങൾ ചേർത്ത് പിടിക്കും. അടുത്തെത്തിക്കഴിഞ്ഞാൽ വേണ്ടത് മാത്രം എടുത്ത് വേണ്ടാത്തതെല്ലാം തള്ളിക്കളയും. അതായത് പണ്ട് കാലത്ത് ഈ മാറുമറയ്ക്കാനും അതേപോലെ തന്നെ ഐത്തം, പല ദേവാലയങ്ങളിൽ കയറാൻ പറ്റാത്ത ഐത്തം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ വരും കുറേ ഈ ഒരു രീതിയിൽ നിങ്ങൾ പോകുമ്പോൾ. അപ്പോൾ ഈ ഒരു നമുക്ക് അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ എ.പി. അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം നയിക്കുന്ന കേരള യാത്ര കാസർഗോഡ് ടു തിരുവനന്തപുരം വരെ ഉള്ളതാണ്. മനുഷ്യർക്കൊപ്പം, ഏത് മനുഷ്യരായാലും. അപ്പം അതിനകത്ത് കയറി വെറുതെ ഈ വിഷം തുപ്പേണ്ട ആവശ്യമില്ല. പെറുന്നതും പെറാതിരിക്കുന്നതും പേരെടുക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെ കാര്യങ്ങളാണ്. പെറ്റോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് കഴിയാത്തത് മറ്റുള്ളവർക്ക് കഴിയുന്നു.